ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പാമ്പാടംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് കബളിപ്പിച്ചതായി ആരോപിച്ച് പ്രസിഡന്റിനെതിരെ കൈക്കൂലി ആരോപണം നടത്തിയ യുവതിയുടെ പിതാവും രംഗത്ത് വന്നു. ആദിയാർപുരം സ്വദേശി പുരിയിടത്തിൽ വിജയനാണ് കുടുംബത്തിനെതിരെ പ്രസിഡന്റ് ദുഷ്പ്രചരണം നടത്തുന്നുവെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുഷ്പ്രചരണത്തിൽ ഹൃദ്രോഗിയായ താൻ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും വിജയൻ പറഞ്ഞു. തന്റെ മകൾക്ക് ജോലി നൽകാമെന്ന് തന്നോട് പഞ്ചായത്ത് പ്രസിഡന്റായ PT ഷിഹാബ് പറഞ്ഞതായും 2.5 വർഷം LDF ആണ് ഭരിക്കുന്നതെന്നും അപ്പോൾ ജോലി സ്ഥിരപ്പെടുത്താമെന്ന് ഉറപ്പു നൽകിയതായും വിജയൻ പറഞ്ഞു. ഇവരെ നിയമിക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുമോ? അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നില്ല, 10-12 വർഷത്തോളം ജോലി ചെയ്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആൾ. അപ്പോൾ അവരുടെ ജോലി പോയെന്ന് പറയുമ്പോൾ എന്ത് കാര്യം കൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ഇതാണ് വിഷയം, ഇതാണ് അവരൊന്നും ഇത് പുതുക്കിയില്ല. പുതുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ആളെ വേണം, ആൾക്കാർ വേണം, അപ്പോൾ എടുക്കണമല്ലോ. അങ്ങനെയാണ് പുതിയ ഒരാളെ എടുക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ഇവരെ വിട്ടു. ഇനി ഇവർക്ക് എവിടെ പോയാലും നിയമപരമായിട്ട് ഇതില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം, കൊച്ചിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ ഇതായതുകൊണ്ട് ശമ്പളം കൊടുക്കാനൊക്കെയില്ല, അത് കഴിയുമ്പോൾ ശമ്പളം കൊടുത്ത് കയറ്റാം എന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഫോണിലുണ്ട്, ഫോണിൽ സെല്ലിൽ കൊടുത്താൽ കിട്ടും. എന്നാൽ ജോലി വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിന് പുറമെ തങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ നിരന്തരമായി പഞ്ചായത്ത് പ്രസിഡന്റ് അധിക്ഷേപിക്കുകയാണ്. ഹൃദ്രോഗിയായ താൻ ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരം കിടക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ അംഗങ്ങളും എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അത് എല്ലാവർക്കും കാണാം. അത് കൂട്ടി ചെയ്തു വരുന്നതിന് ഞാൻ സഹിക്കില്ല. ഞാൻ അതിൻ്റെ പേരിൽ നിരാഹാര സമരം ഉൾപ്പെടെ അവരുടെ കൂടെ ഞാനും ഇറങ്ങുകയാണ്. എനിക്ക് എന്ത് ഇത് വന്നാലും അതിൻ്റെ ഉത്തരവാദി പഞ്ചായത്ത് സമിതിയായിരിക്കും. സമിതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും ഒരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാരം കിടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ആ ഡേറ്റ് ഒക്കെ അറിയിച്ചിട്ട് പോയി കിടക്കും. തങ്ങളുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പോരാടുവാനാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.